സിറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പ് തുടങ്ങി. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നാണ് പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കുന്നത്. സിറോ മലബാർ സഭയ്ക്ക് കീഴിലുള്ള 53 ബിഷപ്പുമാർക്കാണ് നിലവിൽ വോട്ടവകാശമുള്ളത്. സിറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുക്കാനുള്ള സിനഡ് കഴിഞ്ഞ ദിവസമാണ് ആരംഭിച്ചത്. കാനോനിക നിയമങ്ങൾ പാലിച്ച് രഹസ്യ ബാലറ്റ് വഴി നടത്തുന്ന തിരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകില്ല. സീറോ മലബാർ സഭയുടെ ചരിത്രത്തിലെ 4ാമത് മേജർ ആർച്ച് ബിഷപ്പ് തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. എറണാകുളം കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. 12 വർഷത്തെ ഭരണനിർവഹണത്തിന് ശേഷം കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി രാജിവെച്ചതോടെയാണ് പുതിയ മേജർ ആർച്ച് ബിഷപ്പ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. കുർബാന വിഷയത്തിൽ സമവായം ഉണ്ടാകാത്തതിനെ തുടർന്ന് മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരമാണ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി രാജിവെച്ചത്. പാലാ രൂപതാ അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്, തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്, തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി എന്നിവരുടെ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. 65 മെത്രാന്മാരാണ് സീറോ മലബാർ സഭയിലുള്ളത്. ഇവരിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി അടക്കം 80 വയസ്സിൽ താഴെ പ്രായമുള്ള 53 പേർക്കാണ് വോട്ടവകാശമുള്ളത്. ആദ്യ വോട്ടെടുപ്പിൽ 3/2 ഭൂരിപക്ഷം ആർക്കും കിട്ടിയില്ലെങ്കിൽ 2ാം വട്ട രഹസ്യ വോട്ടിംഗിലേക്ക് കടക്കും. 2ാം ഘട്ടത്തിലും ആർക്കും ഭൂരിപക്ഷം നേടാനായില്ലെങ്കിൽ ഭൂരിപക്ഷം ലഭിക്കുന്നതുവരെ തിരഞ്ഞെടുപ്പ് നീണ്ടുപോകും. മേജർ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുത്തയാളുടെ അനുമതി തേടിയ ശേഷം തിരഞ്ഞെടുത്ത ആളെക്കുറിച്ചുള്ള വിവരങ്ങൾ വത്തിക്കാനിൽ അറിയിക്കും. തുടർന്ന് സഭാ ആസ്ഥാനമായ കാക്കനാടും വത്തിക്കാനിലും ഒരേ സമയത്താകും പുതിയ മേജർ ആർച്ച് ബിഷപ്പ് ആരെന്ന പ്രഖ്യാപനം ഉണ്ടാവുക. അമൃത ന്യൂസ്, കൊച്ചി.